ദിജോൺ മാർക്കറ്റ് വേറൊരു മാർക്കറ്റല്ല, വൺ ഓഫ് ദി ബെസ്റ്റ് മാർക്കറ്റ് ഇൻ ഫ്രാൻസ്. മാത്രമല്ല ഈ ദിജോൺ മാർക്കറ്റും ഐഫിൽ ടവറും തമ്മിലൊരു ബന്ധമുണ്ട്. ഐഫിൽ ടവർ ഡിസൈൻ ചെയ്ത ഗുസ്താഫ് ഐഫൽ എന്ന പേഴ്സണാണ് ഇതിൻ്റെ ഡിസൈനിങ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ ദിവസവും ഉണ്ടാവില്ല. മാർക്കറ്റ് ഓപ്പൺ ട്യൂസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, പിന്നെ തേഴ്സ്ഡേ. പക്ഷേ തേഴ്സ്ഡേ ഇൻസൈഡ് മാർക്കറ്റിൽ ഓപ്പൺ ആവില്ല, പുറത്തുള്ള ഷോപ്പുകളെല്ലാം ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വീക്ക്ലി നമ്മൾ പോകുമ്പോൾ ഒരുപാട് തിരക്കുണ്ടാവും. എല്ലാ ആൾക്കാരും വന്നിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും എല്ലാം ഷോപ്പ് ചെയ്യുന്ന ക്ലോസ്ഡ് മാർക്കറ്റാണ് ദിജോൺ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി. ഈ മാർക്കറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമല്ല കേട്ടോ, ടോയ്സ് ഉണ്ടാവും, ഡ്രസ്സസ് ഉണ്ട്. ഈ ഡ്രസ്സെല്ലാം യൂസ്ഡ് ഡ്രസ്സസാണ്. അവർ വന്ന് അവർ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ട് ഇവിടെ വീണ്ടും വന്ന് വിൽക്കും. €1, €2 അങ്ങനെ സ്റ്റാർട്ടിങ് 1 to 3 euros 5-10 euros വരെ സാധനങ്ങളുണ്ടായിരിക്കും. ഇതുപോലെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. ഇത് നല്ല ഭംഗിയുള്ള ബോക്സസ്, നല്ല കൊട്ടകൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റി കൊട്ടകളാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് അവർ പറയാറുള്ളത്. നല്ല ഭംഗിയെ കാണാൻ. ബാഗുകളുണ്ടായിരിക്കും. ഈ ബാഗുകളൊക്കെ ഹാൻഡ് മെയ്ഡ് ബാഗുകളാണ്. അതുപോലെ നമ്മളുടെ സോഫ കുഷ്യൻസിൻ്റെ കവറുണ്ട്. അങ്ങനെ ഒത്തിരി വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുടെ ഇവരുടെ കയ്യിലുണ്ട്. നല്ല ഡിസൈൻസ്, നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. €10 €10 ബാഗുകൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ €10 ആണ് ബാഗ്. അങ്ങനെ ഇവർ ഇരുന്ന് വിൽക്കും. അതുപോലെ തന്നെ €15 ഉണ്ട്. ഇത് €15 ബാഗുകളാണ്. അങ്ങനെ ചീപ്പായിട്ടുള്ള കിട്ടും. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഉണ്ടായിരിക്കും. ഇവരുടെ കയ്യിൽ നല്ല ഒലീവ്സ് ഉണ്ട്, മിക്സ്ഡ് ഒലിവ്സ്. അതുപോലെ തന്നെ സെഷ് ടൊമാറ്റോ, ഈ റെഡ് കളറിൽ കാണുന്ന സെഷ് ടൊമാറ്റോ, അതായത് ഉണങ്ങിയ തക്കാളിയാണ്. ഇത് സിത്രോൺ, ചെറുനാരങ്ങ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട്. ഇവർ രാവിലെ 8 മണി 7:30 മുതലാണ് ഈ മാർക്കറ്റ് ഉള്ളത്. അത് മുതൽ 12 മണി വരെ ഇവരിത് വിൽക്കാനായിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞത് ഈ ഡ്രസ്സൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഗ്ലൗസും തൊപ്പിയൊക്കെ. തണുപ്പ് തുടങ്ങിയില്ലേ. എൻ്റെ കൂടെ കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് എൻ്റെ അതേ അവൾക്ക് അപ്പം തന്നെ എന്തെങ്കിലും വാങ്ങിക്കണം. അങ്ങനെ ഷോപ്പിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വല്ലതും കഴിച്ചാൽ വിചാരിച്ച് ഞങ്ങൾ പോളിൽ പോയി. ഇത് നമ്മളുടെ ഫേവറേറ്റ് കോഫി ഷോപ്പാണ് പോൾ. ഇവിടെ നല്ല അടിപൊളി പേസ്ട്രീസ്, ഇതുപോലെ ക്ലെയർ സ്വീറ്റ്സ് എല്ലാം കിട്ടും. ഇവിടെ നോർമലി രാവിലെ തന്നെ സ്വീറ്റാണ് എല്ലാവരും കഴിക്കാറ്. പക്ഷേ സുജിത്തിന് അത്ര സ്വീറ്റ് രാവിലെ കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ സുജിത്ത് നല്ല പിസ്സ, അതായത് ഈ കാണുന്ന പിസ്സ, ഞാൻ പാവ് ചോക്ല, പിന്നെ ഹോട്ട് ചോക്ലേറ്റ്, മോള ടാർത്ത് ഫ്രോംബോ, ഇതൊക്കെയാണ് കഴിച്ച്. ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ഹോട്ട് ചോക്ലേറ്റ്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റാണ് പോൾ ഹോട്ട് ചോക്ലേറ്റ്. അങ്ങനെ ഞങ്ങൾ വേഗം കഴിച്ച് തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. ആൻഡ് ബർഗണ്ടി ഈസ് ഫേമസ് ഫോർ വൈൻ, ചീസ് ആൻഡ് സ്നെയിൽ. ഒരുപാട് വെറൈറ്റി ചീസസ് നമുക്കിവിടെ കാണാൻ പറ്റും. വലിയ കേക്ക് പോലുള്ള സൈസൊക്കെയുള്ള ചീസ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ എത്ര ഗ്രാമാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കട്ട് ചെയ്ത് തരും. ഈ സിറ്റിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ആരും തന്നെ ഇംഗ്ലീഷ് പറയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുമ്പോൾ അത്യാവശ്യം ഫ്രഞ്ചൊക്കെ പഠിച്ച് വരണം. ഇവിടെ വന്നിട്ട് പഠിച്ചാലും മതി. കാരണം ഇവിടെ എല്ലാവരും തന്നെ അവരുടെ ലാംഗ്വേജിൽ പ്രൗഡാണ്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ വേറെ ഫേമസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നെയിൽ എൻ്റെ ഫേവറേറ്റാണ്. അതും വൈനും നല്ല കോമ്പിനേഷനാണ്. ഇത് ഒരുപാട് മീൻ നമുക്കിവിടെ കാണാൻ പറ്റും. നാട്ടിൽ കാണുന്ന മീനൊന്നും ഇവിടെ ചിലപ്പോൾ കാണില്ല. അതുപോലെ നാട്ടിൽ കാണാത്ത ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, മീറ്റിൻ്റെ പോലെ ഉണ്ട്, പക്ഷേ കാണാൻ മീൻ തന്നെയാണ്. കൂന്തലുണ്ട്. അതുപോലെ ഇതെൻ്റെ ഫേവറേറ്റാണ് പയ്യ. സ്പാനിഷ് ഫേമസ് ഡിഷാണിത്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഈ ദിജോൺ മാർക്കറ്റിനുള്ളിൽ. ഇതുപോലെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.